ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിന്റെ ബുർദയിലെ ഒന്നാമത്തെ വരിയാണത്. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ചിന്തിച്ച് കരഞ്ഞ് കരഞ്ഞ് അവസാനം കണ്ണിൽ നിന്ന് കണ്ണുനീരിനോടുകൂടെ രക്തം ഒഴുകാൻ തുടങ്ങി. ആ സമയത്ത് മഹാനവറുകൾ ചോദിക്കുകയാണ്, സ്വന്തം ആത്മാവിനോട് ചോദിക്കുകയാണ്, ദൂസലം പ്രദേശത്തുള്ള അയൽവാസികളെ ഓർത്തുകൊണ്ടാണോ നീ ഇങ്ങനെ കണ്ണുനീരിനോടുകൂടെ രക്തം ഒഴുക്കി കരയുന്നത് എന്ന്. ദൂസലം എന്ന് പറഞ്ഞാൽ മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഈ സ്ഥലം എന്ന് പറയുന്ന വൃക്ഷം ഒരുപാട് മുള്ളുകൾ നിറഞ്ഞ വൃക്ഷമാണ്. അത് കൂടുതലായി തഴച്ചു വളരുന്ന നാടായതുകൊണ്ട് അതിന് ദൂസലം എന്ന് പേര് വന്നതാണ്. അപ്പൊ ആ ദൂസലമിന്റെ അയൽവാസികൾ എന്ന് പറയുമ്പോൾ മക്കയിലെയും മദീനയിലെയും ആളുകളാണ്. അത് സ്വഹാബികളും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമാണ്. അപ്പൊ നബിതങ്ങളെയും സ്വഹാബികളെയും അവരുടെ ത്യാഗങ്ങളും അവരുടെ ചരിത്രങ്ങളൊക്കെ ഓർത്തുകൊണ്ടാണോ നീ ഇങ്ങനെ കരയുന്നത് എന്ന് ഇമാം ബൂസൂരി തങ്ങൾ ചോദിക്കുകയാണ്. ആദ്യത്തെ കൂടുതൽ വരിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രത്യക്ഷത്തിൽ പേര് പറയുന്ന ഒരു രൂപം കാണുന്നില്ല. അഥവാ സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ട് എനിക്ക് ആ പേര് പറയാൻ സാധിക്കൂല, അതല്ലെങ്കിൽ എന്റെ നാവ് കൊണ്ട് ഞാൻ ആ പേര് പറഞ്ഞുകൊണ്ട് ആ പേരിനെ ഞാൻ കളങ്കപ്പെടുത്തുന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സ്നേഹമാണ് ഇമാം ബൂസൂരി തങ്ങൾ നമുക്കവിടെ കാണിച്ചു തരുന്നത്. ആദ്യത്തെ 11 വരിയിലും ഈ പറയുന്ന സ്വന്തം ആത്മാവിനോട് സംസാരിക്കുന്ന രൂപത്തിലാണ് ബൈത്തുകളുള്ളത്.